ഈ സെഷനകത്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Show that S is equal to set ordered pair x1 x2 such that 2x1 plus 3x2 equal to 7, which is contained in R square is a convex set. അപ്പോൾ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞിട്ടത് ആർ സ്ക്വയറിൻ്റെ ഒരു കോൺവെക്സ് സെറ്റാണ് ആണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതെന്താണ് യൂക്ലിഡിയൻ പ്ലെയിൻ R2 ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്താണെങ്കിലും 2 പോയിന്റ്സ് എടുത്തേ പറ്റുള്ളൂ. നമുക്ക് എക്സും വൈ എന്ന് പറഞ്ഞ 2 പോയിന്റുകൾ എടുക്കണം. ആ പോയിന്റുകൾക്കിടയിൽ ആ പോയിന്റുകൾ എൻഡ് പോയിന്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ടുവരണം. ആ സ്ട്രൈറ്റ് ലൈൻ ഏതിനകത്താണെന്ന് നോക്കണം? എസിനകത്താണോ നോക്കണം. അപ്പോൾ ഈ എക്സും വൈ എന്ന് പറയുന്ന പോയിന്റ് ആർബിട്രറി ആയതുകൊണ്ട് അതിനത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റുകൾക്കും അത് ട്രൂ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? ഇത് കോൺവെക്സ് സെറ്റ് ആണെന്ന് കാണിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എസിൽ നിന്ന് നമുക്ക് ആർബിട്രറി ആയിട്ട് 2 പോയിന്റുകൾ എടുക്കണം. അപ്പോൾ ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എസ്. അപ്പോൾ എക്സും വൈയും എസിനകത്ത് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന ആൾ എവിടെ കിടക്കുന്നതാണ്? R2-ലുള്ളതാണ്. അതായത് എക്സും വൈ എവിടെ ഉള്ളതാണ്? R2-ലുള്ളതാണ്. അപ്പോൾ ഈ എക്സിന്റെ രൂപം എങ്ങനെയായിരിക്കണം? ഓർഡേർഡ് പെയർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ എക്സ് എന്ന് പറയുന്ന ആളിനെ ഓർഡേർഡ് പെയർ x1 x2 എന്നും വൈ എന്ന് പറയുന്ന ആളിനെ ഓർഡേർഡ് പെയർ y1 y2 എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കൺവീനിയൻസിന് വേണ്ടി പേര് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈൻ ആണ് നമ്മളെങ്ങനെ? ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളെയും നമുക്ക് എങ്ങനെ സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? The line segment joining x and y is the set U such that U equal to lambda x plus 1 minus lambda y, 0 less than or equal to lambda less than or equal to 1. അപ്പോൾ നമ്മളിത് പൊതുവേ വെക്ടറിൻ്റെ കേസൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ വെക്ടർ നൊട്ടേഷനൊക്കെ യൂസ് ചെയ്താലും കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പോയിന്റ്സ് ഒക്കെ ആരാണ്? യു എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ള പോയിന്റ്സ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ. അതായത് ഇപ്പം നമ്മൾ ഏതോ ഒരു എസ് എന്ന് പറഞ്ഞ ആളുണ്ട്, അതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, വൈ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ സ്ട്രെയിറ്റ് ലൈൻസിലെ പോയിന്റ്സ് ആണ് ഈ കിടക്കുന്ന യു. ഇനി നമ്മൾ ഏതൊരു ആർബിട്രറി ആയിട്ട് യു എടുത്തു കഴിഞ്ഞാലും ആ യു എസിനകത്ത് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ആർബിട്രറി ആയിട്ട് നമ്മൾ എടുക്കുന്ന യു എന്ന് പറയുന്ന ആൾ എസിനകത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ യുകളും എസിനകത്തുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? കോൺവെക്സ് സെറ്റ് ആവും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യു എന്ന് പറയുന്ന ആളും എവിടെ ഉള്ളതാണ്? മേ ബി എസിലുള്ളതാവാം, എസിലില്ലാത്താവാം. എങ്ങനെയാണെങ്കിലും അത് R2-ലുള്ള ആളാണ്. R2-ലുള്ള ആൾക്കാരെ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? U1 U2 എന്ന് പറയുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റെപ്രസെൻറ്റ് ചെയ്യാൻ. അങ്ങനെ ഫോർ സം ലാംഡ (0 less than or equal to lambda less than or equal to 1), U equal to U1 U2, so that U1 equal to lambda x1 plus 1 minus lambda y1 and U2 equal to lambda x2 plus 1 minus lambda y2. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് നമ്മൾ x1ഉം y1 എന്ന് പറഞ്ഞ പോയിന്റ്സാണ് എടുത്തിരിക്കുന്നത്. എക്സും വൈ എന്ന് പറഞ്ഞ പോയിന്റ് പറയുമ്പോൾ ഇതെന്താണ്? x1 x2, ഇത് y1 y2. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കി എടുത്തു?
x1 y1 കണക്ട് ചെയ്യുന്നതിന് നമ്മൾ u1 ആയിട്ട് എടുത്തു, x2 y2 കണക്ട് ചെയ്യുന്നതിന് നമ്മൾ u2 എന്ന് പറഞ്ഞ രീതിയിൽ എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ u1 u2 എന്ന് പറഞ്ഞ ആൾക്കാരും ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സിൻസ് xy ബിലോങ്സ് ടു എസ്, അപ്പോൾ എക്സും വൈ എവിടെയാണ് കിടക്കുന്നത്? എസിനകത്താണ് കിടക്കുന്നത്. കാരണം നമ്മൾ എസിനകത്ത് 2 പോയിന്റ്സ് ആയിട്ടാണ് ആരിനെ എക്സിനെയും വൈനെയും ചൂസ് ചെയ്തിരിക്കുന്നത്. എസിനകത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതെന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? 2x1 + 3x2 = 7 എന്ന് പറയുന്ന ആളെ ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആള് എക്സ് ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞ കാര്യം എന്ത് ഇംപ്ലൈ ചെയ്യും? x1 x2 എന്ന് പറയുന്ന ആള് എസിലാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം 2x1 + 3x2 = 7. ഇതേപോലെ y എന്ന് പറയുന്ന ആളോട് കിടക്കുന്ന എസിനകത്താണ് കിടക്കുന്നത്. അതായത് y1 y2 എന്ന് പറയുന്ന ആൾ എവിടെയാണ് കിടക്കുന്നത്? എസിനകത്താണ് കിടക്കുന്നത്. അതായത് 2y1 + 3y2 = എന്താണ്? 7 ആണ് കിടക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇനി യു എന്ന് പറയുന്ന ആൾ എസിനകത്ത് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിനി കാണിക്കാൻ പോണത് യു ബിലോങ്സ് ടു എസ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യു ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? u1 u2 എന്ന് പറയുന്ന ആൾ എസിലുണ്ടെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എപ്പോഴാണ് സംഭവിക്കുക? 2u1 + 3u2 = 7 എന്ന് കിട്ടുവാണെങ്കിലാണ് എന്ത് സംഭവിക്കുക? യു എന്ന് പറയുന്ന ആൾ എസിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2u1 + 3u2 എന്ന് പറയുന്ന ആൾ എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ 2 × u1 എന്ന് പറയുന്ന ആൾ ആരാണ്? λx1 + 1 - λy1. അതിനാണ് നമ്മൾ നേരത്തെ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പ്ലസ് 3 × u2. u2 എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ആരാണ്? λx2 + 1 - λy2. which is equal to 2λx1 + 2y1 - 2λy1 + 3λx2 + 3 ഇവിടെ y1 എന്നാക്കിയില്ല, 3y2 - 3λy2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി. which is equal to 2λx1 + 3λx2 + 2y1 - 2λy1 + 3y2 - 3λy2. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഇനി അറേഞ്ച് ചെയ്ത് എഴുതിയ ആൾക്കാർ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. which is equal to ലാംഡാനെ ഇവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2x1 + 3x2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അടുത്തത് ഈ കാണുന്ന ആളെ ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. y1 - + 3y2 - കോമൺ ആയിട്ട് മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? λ2λy1 + 3λy2.
which is equal to lambda into 2x1 plus 3x2 plus 2y1 plus 3y2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് അത് പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. 2y1 plus 3y2 മൈനസ് ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതായിരുന്നു? ലാംഡ ഇൻറ്റു 2y1 plus 3y2. അടുത്ത സ്റ്റെപ്പ് ഇത് കോമൺ ആക്കാം. ലാംഡ ഇവിടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x1 plus 3x2 plus 2y1 plus 3y2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ലാംഡ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2x1 plus 3x2 എന്ന് പറയുന്ന ആള് എവിടെ കിടക്കുന്ന ആളാണ്? നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. x belongs to s ആണ്. x belongs to s implies 2x1 plus 3x2 equal to 7. അതുപോലെ y belongs to s implies 2y1 plus 3y2 equal to 7. ഈ രണ്ട് കൺസെപ്റ്റുകളോട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഭാഗം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടി. പ്ലസ് ഇവിടെ എന്ത് കിട്ടി? 7 ഇൻറ്റു 1 മൈനസ് ലാംഡ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടിപ്പോയി. അപ്പോൾ എന്താ കിട്ടുക? 7 ലാംഡ പ്ലസ് 7 മൈനസ് 7 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ മനസ്സിലായേ? 2u1 plus 3u2 equal to 7 which implies u belongs to s. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കുന്ന ഏതൊരു യുവും എവിടെയൊക്കെ തന്നെ കിടക്കുന്നുണ്ട്? നമ്മുടെ എസിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ സെറ്റ് എസ് എന്ന് പറയുന്ന ആള് ഒരു കോൺവെക്സ് സെറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം.